പടക്കക്കടയായിട്ട് ആൾക്കാരും കാണാനുമില്ല. എന്ത് ചെയ്യുമെന്ന് പറ. ഓരോരോ അവസ്ഥകൾ. പടക്കങ്ങൾ ഇത്രയും ഉണ്ടാക്കി വെച്ച് പടക്ക നിർമ്മാണശാലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റീല് ഷൂട്ട് ചെയ്താല അത് നല്ല ഐഡിയ. കടയില് ആൾക്കാർ കയറുന്നില്ല, റീലിലെങ്കിലും ആൾക്കാർ കയറട്ടെ. അതാകുമ്പോ കൊള്ളായിരിക്കും. ഹൃത്തിക് റോഷന്റെ പാട്ട് തന്നെ ഇടാം. റെഡി 1 2 3. इकबाल का बीना तो है न्याना गोवा के लेके आइए है जाना. അണ്ടൂടെ റീലിയാണ്. അത് റീഡ് ഇതിനകത്ത് കിട്ടണമെങ്കിൽ റെക്കോർഡ് ഞാൻ കാണാം. അയ്യോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ഋതിക് റോഷൻ ഹിന്ദി സിനിമാ ലോകം അടക്കി അങ്ങ് വാണേന്. എല്ലാം അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ റീല് ചെയ്ത് നല്ലവണ്ണം വൈറലാവും. നിനക്കും അഭിമാനിക്കാതെ. എടാ പിന്നെ എനിക്ക് ഫ്രണ്ട് ഇരിക്കുന്ന മുടി ഒന്ന് കളർ ചെയ്താ കൊള്ളാന്നുണ്ട്. ഏത് മുടി? ഇത്ര ഇരിക്കുന്ന മുടി ഫ്രണ്ടിൽ നല്ലൊരു കളർ അടിക്കണോടെ. പറങ്ങേണ്ടി പറഞ്ഞാണ്ടിയാ ഇപ്പോഴത്തെ പയ്യന്മാരടിക്കുമല്ലോ ചോന്ന കളറ്. എന്തൊരു മാങ്ങാണ്ടി ആവട്ടെ, അടിച്ചേ പറ്റുള്ളൂ. എന്തെന്നറിയാമോ, അടുത്ത ആഴ്ച 80 വയസ്സ് കഴിഞ്ഞ് റീൽ ചെയ്യണ യുവ കോമളന്മാരെല്ലാരും കൂടി നമ്മളൊരു മീറ്റപ്പ് എറണാകുളത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോ കാണാം എത്ര ഹൃത്തിക് റോഷന്മാർ അവിടെ കാണുമെന്ന്. എന്നാണിത്? അടുത്ത ആഴ്ച. പറഞ്ഞത് കറക്റ്റാ. ചെല്ലുമ്പോ അറിയാം എത്ര എണ്ണം കാണുമെന്ന്. കരുതാക്കരുത് കളിക്കാടാ. ഇരിക്കണ കാര്യമാണ് ആദ്യമേ പറയണത്. സമയത്തിന് ഇങ്ങോട്ട് വഴിയായില്ല. എന്തോന്ന് നോക്കുന്നതാ. ഈ കടയിൽ ആള് കയറാത്ത എന്താണെന്നറിയാമോ? വെളിയിൽ ഒരു നല്ല ബോർഡെങ്കിലും വെക്കണം. അതിനൊക്കെ ഞാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ബോർഡ് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ അപ്പുണ്ണി ആശാൻ MA LLB M.Tech. ഈ ബിരുദമൊക്കെ നിങ്ങൾ എപ്പോ എടുത്തത്? എടുത്തൊന്നുമില്ല. അത് എഴുതാൻ കൊടുത്തപ്പോഴേ അവിടെ കുറെ അക്ഷരങ്ങൾ ആർക്ക് വേണ്ടാതെ കിടക്കുന്നു. അപ്പൊ അത് എടുത്തു വെക്കട്ടെ അവനും ആയിക്കോട്ടെ എന്ന് ഞാനും. ഇടക്കട്ടെ ഒരു ഭംഗി. അയ്യോ, വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. എടാ എവിടെയെങ്കിലും പോയി പണിയാണ്. അങ്ങോട്ട് പോയി പണിയായി. എടാ, ഞാനൊരു കാര്യം പറയാം. ഒന്നുമില്ലെങ്കിലും നീ പറയുമ്പോ തിരുത്തി പറയണം. ബുദ്ധി ഒന്നും ഇല്ലെങ്കിലും കേൾക്കും. നിങ്ങൾ ഈ തൊഴിലാളികളെടുത്ത് അപമര്യാദയായിട്ട് പെരുമാറരുത്. ഇത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി പെരുമാറും. എനിക്കും തോന്നിയടേ ഈ ഇടയായിട്ട് എന്റെ പെരുമാറ്റം ഇത്തിരി മോശമായിട്ട് വരുന്നെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം. നാളെ രാവിലെ നീ പണിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന വെടിമരുന്ന് കൊണ്ട് നിനക്ക് ഓരോ ഉറ്റുപുട്ടുണ്ടാക്കി തരാം. ഈ ഓലപ്പടക്കം കൊണ്ട് ഓരോ സമോസയും പിന്നെ നീ കഴിച്ചോണ്ടിരിക്കുമ്പോൾ നിനക്ക് ഹിതത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ക്യാമറ കളിച്ചു തരാം. വസന്തരജനി പുഷ്പം, ഞാനൊരു വസന്തരജനി പുഷ്പം. ഡിസ്കോരവീന്ദ്ര എന്റെ ഗിത്താറോട് വെച്ചിട്ട് പോ. നീ നേരത്തെ എന്തില്ലേ ആശാൻ? ഈ പണിയാത്തോണ്ടാണ് നിന്നെ പറഞ്ഞു വിട്ടത്. ആര് പണിയാത്തോണ്ട്? നിനക്ക് വല്ല പണി അറിയാവോടാ? ആയിരിക്കുന്ന സാധനം കണ്ട. ഇത് ഏത് ടെക്സ്റ്റൈൽസ് ഓട്ടിച്ചാടി ബൊമ്മ? അവിടെ തോന്നിയ ദിവസം പറയരുത്. അത് ബൊമ്മയൊന്നും അല്ല, അതാണ് ബൊമ്മ പടക്കം. അത് വെറൈറ്റി. ഞാനും എന്റെ പഴയ ആശാനോട് കണ്ടുപിടിച്ച സാധനമാണ്. ഇത് സംഭവം എന്ന് വെച്ചാല് നമ്മൾ അമ്പലത്തിലാണ് പരിപാടിയെങ്കിൽ ഇതിങ്ങനെ കത്തിച്ചങ്ങ് വിടും. വിടുമ്പോ ഇത് മേളിച്ചെല്ലും, 2 റൗണ്ട് തിരുവാതിര കളിക്കും, പൊട്ടിത്തെറിക്കും. അപ്പൊ പള്ളിയിലാണെങ്കിൽ ഡ്രസ് മാറും, മാർഗം കളിയുടെ ഡ്രസ് ആവും. അത് കൊളുത്തി വിടുന്നു, മേളിൽ ചെല്ലുന്നു, 2 റൗണ്ട് മാർഗം കളിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ആശാനോട് നിൽക്കുമ്പോഴേ ഈ നിയമസഭയുടെ വാർഷികത്തിന് ഒരു പരിപാടി വന്നായിരുന്നു. അവിടെ ഞാൻ വേറൊരു സംഭവം ചെയ്തു. എന്തായിരുന്നു? രാഷ്ട്രീയക്കാരന്റെ ബൊമ്മ. അത് ഞാനിങ്ങനെ കൊളുത്തി വിട്ടു, മേളിൽ ചെന്നു. ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് എല്ലാരും 2 റൗണ്ട് മുണ്ടോക്കി കാണിച്ചിട്ട് അത് പൊട്ടിത്തെറിച്ചു. 5 വർഷം കഴിഞ്ഞല്ലേ വരൂ. എന്നിട്ട് മന്ത്രിയൊക്കെ എന്നെ വിളിച്ചായിരുന്നു. തന്തയ്ക്ക് നള്ളക്ക്. അമ്മിളിക്കുട്ടാ, പിന്നെ നിന്റെ ആശാനെ ഇപ്പൊ കാണാനില്ലല്ലോടാ. ഫീൽഡ് ഔട്ട് ആയ ആശാൻ നാട് വിട്ടുപോയി. നാട് വിട്ടുപോയാ? എന്ത് കാര്യം? അത് ഈ ആശാന്റെ കമ്പപ്പതയില്ലേ, കമ്പപ്പതയ്ക്ക് അടുത്തൊരു ആനയെ കൊണ്ട് കെട്ടിയിരുന്നു. ആശാൻ കമ്പത്തിന്റെ തിരിയെന്നും പറഞ്ഞ് ആനയുടെ വാലി കൊണ്ട് തീ കൊളുത്തി. എന്നിട്ട് ആശാനത് വിട്ട്. പക്ഷെ ആന വിട്ടില്ലായിരുന്നു. തുമ്പിക്കൊക്കെ തൂക്കിയെടുത്തൊരു ഒറ്റ എറിയായിരുന്നു. ചെന്ന് കിടന്ന് എവിടെന്നറിയാമോ? നമ്മളെ വളവിലെ സുമയില്ലേ, സുമേരെ വീട്ടില്. ആശാൻ സുമയായിട്ട് പോയി പതുക്കെ അവിടെ കൂടി. അമ്പിളിക്കുട്ടാ, പിന്നെ ഈ പറഞ്ഞ ആന എപ്പോഴും അവിടെ ഉണ്ടാടേ? ആന എവിടെ ഉണ്ട്? അമ്പലം അവിടെ ഉണ്ട്. സുമ എവിടുന്ന് താമസം മാറിപ്പോയി. എന്തിനാ ആനയുടെ വായിച്ചെന്ന് കാണുന്നത്? ചാവാൻ വേണ്ടി. വിളിക്കിട്ടാ, പിന്നെ നാളെ രാവിലെ നീ പടക്കക്കട വരുമ്പോഴേ നിന്റെ ആധാർ കാർഡും പാൻ കാർഡും കൂടെ ഒന്നും തരണേടേ. അത് പുതിയ സിസ്റ്റം ഒക്കെ വന്നാ? സിസ്റ്റം അല്ല, നമുക്ക് ബാങ്ക് ഓരോന്ന് പോണോടെ. എന്തിന്? അത് ഒരു ലോൺ എടുക്കാൻ. അങ്ങനെ എന്റെ ആധാർ കാർഡ് വെച്ച് നിങ്ങൾ ലോൺ ഉണ്ടാക്കണ്ട. ഞാൻ അത് അടച്ചോളാം കൃത്യമായിട്ട്. അങ്ങനെ അടക്കണ്ട. എനിക്ക് അത്യാവശ്യം ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നടാ.
5 ലക്ഷം രൂപയ്ക്ക് എന്തൊരാവശ്യം? 5 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു പശുവിനെ വാങ്ങിക്കണം. 5 ലക്ഷം രൂപയുടെ പശു? അതേത് പശു? രാവിലെ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു, അർജന്റീനയുടെ ജേഴ്സി കൊടുക്കാനുണ്ടെന്ന്. അർജന്റീനയുടെ ജേഴ്സി പശുവല്ലേടാ, നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും. നിങ്ങൾക്ക് വിവരമില്ലേ? ഇത് അതല്ലെന്ന്. അർജന്റീന ഫുട്ബോൾ ടീമില്ലേ, അതിന്റെ ജേഴ്സി എവിടെ ലേലം വിളിച്ച് കൊടുക്കുന്നത്, അതിന്റെ പരസ്യമാണ്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ. തേങ്ങ അറിയാം. എടാ, പണ്ട് ഞാൻ കിടിലൻ ഫുട്ബോൾ താരമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഞാൻ ഫുട്ബോൾ കളിക്കുക, എപ്പോ ഇറങ്ങിയാലും കാണികൾ ഹർഷാരവായിരുന്നു. ഇതാ നമുക്ക് കിട്ടിയ മർഡോണ, ഇതാ നമുക്ക് കിട്ടിയ മർഡോണ. നിങ്ങളാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇന്നലെ കിട്ടിയത് മറന്നോടാ എന്നായിരിക്കും. നീ എന്നെ പാപ്പിച്ചൻ, എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് എന്തുകൊണ്ടാ അറിയാം. നീ എന്തുകൊണ്ടോ ചോദിച്ചാൽ മണി പോലെ ഉത്തരം പറഞ്ഞു. പറയോ? പറയാം. എന്നാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദിച്ചു. അർജന്റീനയുടെ ക്യാപ്റ്റൻ ആരാണ്? മെസ്സി. സൂസി. നീ കഴിഞ്ഞ ആഴ്ച മാറിക്കാണു. ചുമ്മാ അല്ല, പാല് വാങ്ങിക്കാൻ വന്നപ്പോ എന്റെ അടുത്ത് ഭയങ്കര ജാടാ, മൂത്തോലും നോക്കുന്നില്ല. അർജന്റീനയുടെ ക്യാപ്റ്റൻ മെസ്സി. ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നും ചോദിക്കും, ഇതിൽ ഞാൻ പിടിക്കും. പോർച്ചുഗലിന്റെ? പോർച്ചുഗൽ പറയുമ്പം പോർച്ചുഗീസ്. വാസ്കോ ഡി ഗാമ. പോർച്ചുഗീസിൽ എനിക്ക് ആകെ അറിയാന്നുള്ള ഒരേ ഒരു വ്യക്തി വാസ്കോ ഡി ഗാമയാണ്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 1498 കേരളത്തിലെ കോഴിക്കോട് വാസ്കോ ഡി ഗാമയിൽ കാലുകുത്തിയ കാപ്പാട്, കടപ്പാട്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഫ്രാൻസിന്റെ സുലൈമാന്റെ പാപ്പ. സുലൈമാന്റെ ബാപ്പേ? സുലൈമാന്റെ അടുത്ത് ഞാൻ ചോദിച്ചടാ ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ, അവൻ പറഞ്ഞു ബാപ്പയെന്ന്. ബാപ്പയെന്നല്ല, എംബാപ്പേ. ഒരു സാധനം പറഞ്ഞോളൂ, എന്നാലും ചുമ്മാ എല്ലാം അണിയാന്ന് പറഞ്ഞു നടക്കും. പിന്നെ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ ഈ നീളത്തിലൊരു മാല നടപ്പൂല്ലേ, അതുകൊണ്ടായി പണയം വൈ. അയ്യോ, അതല്ലേ പറ്റിയത്. അവളെ മാല പണയം വെച്ച് കഴിഞ്ഞാലേ എന്നെ പോലീസ് പിടിക്കൂടാ. അതെന്ത്? റൊണാൾഡോ. റൊണാൾഡോ? മുക്ക് കൊണ്ടം. റോൾഡ് ഗോൾഡ്. അങ്ങനെയും പറയാം. നീ നോക്കിയാ തോക്ക് കണ്ടാ, അവളെ കഴുത്തി കിടക്കണ മാല കണ്ടാ? സത്യം പറയല്ലേ ചേച്ചി, ഈ മാല ഇട്ടോണ്ട് നിൽക്കുന്ന കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. അല്ലാതെ ഇതിന് ഗ്യാരണ്ടി ഉണ്ടാ? കല്യാണം കഴിഞ്ഞപ്പോ ജോത്സ്യം പറഞ്ഞാൽ 85 വയസ്സിൽ എന്റെ തലക്കടിച്ചു കൊല്ലുന്നു, അത് ഗ്യാരണ്ടിയാണ്. അതല്ല, ഇത് മാറ്റി കിട്ടുവന്ന്. അവളെ അനിയത്തി ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് കേട്ടത്. കൊണ്ട് കൊടുത്തു നോക്കാം, മാറ്റി തരുമെന്തോ. ആരത്തോടെ പിടിയത്? ഒരു വിവരവും ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നെ കട്ടി മെനകേട്. നീ ഇവിടെ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യണ അമ്പിളിക്കുട്ടാ. ആ പള്ളിപ്പെരുന്നാളിന് അവർ കൊടുക്കേണ്ട പടക്കം ഉണ്ടല്ലോ, അത് സൂക്ഷിച്ച്, അത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. എന്ത് ചെയ്തിട്ട്? ഞാനത് കേടാവാതെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? ഫ്രീസറിനകത്ത്. പടക്കോടാ മണ്ടത്തലേ ഫ്രീസറിനകത്ത് വെക്കുന്നത്. എടാ, വൈകുന്നേരം 6 മണിക്ക് അവർ വരുമ്പോ ഞാൻ എന്തോന്ന് പറയുവാടാ, അത് പൊട്ടിക്കാനുള്ളതല്ലടാ, അത് ഫ്രീസറിനകത്ത് എടുത്ത് വെക്കുന്നത് കേടാകാതിരിക്കാൻ. ഒരു കാര്യം ചെയ്യാം, അവർ 6 മണിക്കല്ലേ വരുന്നത്, നമുക്ക് എടുത്ത് വെള്ളത്തിൽ ഇടാം. അപ്പോഴത്തേക്ക് ഐസൊക്കെ മാറി കിട്ടുമല്ലോ വെള്ളത്തിൽ ഇടുമ്പോ. അവിടെ ഞാൻ ഒരു കാര്യം, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മാലപ്പടക്കം. ഞാൻ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കി. അതെങ്കിലും കൃത്യമായിട്ട് ഉണ്ടാക്കിയല്ലോ. മാലപ്പടക്കം പറഞ്ഞ് പിടിച്ചിരിക്കാം. കൊടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. ഒരു കാര്യമില്ല, ഇവിടെ ജോലിക്ക് വെച്ചാണ് ഞാൻ ചെയ്താൽ മതിയായിരുന്നു. ഇതെന്താണാവോ? ഇത് മാല, ഇത് പടക്കം. അതുകൊണ്ട് മാലപ്പടക്കം പറഞ്ഞുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ചത്തേന. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് ലിസൺ. കേരളത്തിലെ ആദ്യത്തെ മാലപ്പടക്കമാണ് ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. ഇതിന് ശബ്ദം കേൾക്കില്ല, പക്ഷെ ഞാൻ കേൾപ്പിച്ചേരാം. മാലപ്പടക്കം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ കണക്ക് ഓലപ്പടക്കം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ ഒരു തെങ്കിലും മണ്ട ഉണ്ടാവില്ലായിരുന്നു. മണ്ടരി തലയും ഇതിൽ ജോലി ചെയ്യാൻ പറഞ്ഞ ചെയ്തു വെക്കുന്നത്. അതങ്ങനെ എന്റെ അച്ഛനമ്മ ഒന്ന് കാണട്ടെ, പറഞ്ഞു കൊടുക്കതല്ല. ആശാന് അച്ഛൻ മരിച്ചു. ആശാന് അയ്യോ, മരിച്ചുപോയാ? അച്ഛൻ മരിച്ചുപോയി. നിന്റെ അമ്മ? അമ്മ പിന്നെ അച്ഛൻ മരിച്ചതിന് ഭയങ്കര വിഷമമാണ്. അപ്പൊ മുറി വിട്ട് പുറത്തിറങ്ങൂല, 24 മണിക്കൂർ മുറിക്കാത്തന്നെ ഇരിപ്പാ. ആരടുത്ത് മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല. അമ്മ പാവം. അങ്ങനെ ഇരുത്തി കളയില്ലേട്ടാ, മനസ്സൊക്കെ മരവിച്ചോ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് നയത്തില് പുറത്തു കൊണ്ടുവന്ന ആൾക്കാരെ കാണിക്കണം. അതിന് പോലീസുകാർ സമ്മതിക്കൂല. പോലീസുകാരാ? അമ്മ സെൻട്രൽ ജയിലിലാണ്. അതെന്തിന്? അമ്മയല്ലേ അച്ഛനെ കൊന്നത്. മഹതിയായ വനിത, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നിന്റെ അല്ലേ തന്ത, ആരായാലും കൊന്നു. പിന്നെ ആശാനെ, ഈ നാട്ടുകാരൊക്കെ പറയുന്ന അതല്ല എന്റെ അച്ഛനെന്ന്. അല്ലടാ, അതല്ല നിന്റെ അച്ഛൻ. ഇനിയെങ്കിലും ആ നഗ്നസത്യം നീ അറിഞ്ഞേ പറ്റൂ. ആശാനെ, നിന്റെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്റെ അമ്മയ്ക്ക് ഒരു കൈപ്പഴ പറ്റി. നീ 3 മാസം പ്രായത്തിൽ നിന്റെ അമ്മയുടെ വയറ്റി വളരെയായിരുന്നു. എന്നാലും പറയാശാൻ, ആരാശാൻ എന്റെ അച്ഛൻ? എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെ ആയിരുന്നടാ നിന്റെ അച്ഛൻ. അതിൽ നിനക്ക് അഭിമാനിക്കാം കേട്ടോ. നിന്റെ സിരകളിൽ ഓടുന്നത് രാജരക്തമാണ്, രാജരക്തം. ആരവിടെ? സൈക്കിൾ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്ന രാജന്റെ രക്തം, രാജരക്തം. ഹലോ 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 ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണേ. അയ്യോ, ആശുപത്രി. എന്ത്? നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ആണാ? താങ്ക് യു. അച്ഛനെ, എന്റെ ഭാര്യ പ്രസവിച്ച് ആൺകുട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം.
നീ എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ശരി തന്നെയല്ലേ? നമ്പർ നോക്കി വിളിക്കടാ പന്നി. ആരാ ഇത്? നാളെ പെട്ടെന്ന് അറിയുമ്പോ കയണെടുത്താണ് വെറുതെ മനുഷ്യനെ കൊന്ന് പഠിക്കായിട്ട്. എനിക്ക് കല്യാണം കഴിക്കണം. എന്തൊന്ന് പറ. കല്യാണം കഴിക്കണം. ആദ്യം കൈ വിറയ്ക്കാതെ ഒരു എലിവാണം കത്തിച്ച് മുകളിലോട്ട് ഇടാൻ പഠിക്കും, എന്നിട്ട് കല്യാണം കാണിക്കാം. കല്യാണം കാണിക്കാൻ ആരെങ്കിലും നോക്കി വെട്ടിട്ടുണ്ടാടെ? ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. ആര്? നമ്മളെ അമൃത ടിവിയിൽ കോമഡി പരിപാടിക്കൊക്കെ ഇരിക്കില്ലേ, ഓ ശ്രീവിദ്യ. ഐശ്വര്യമുള്ള കുട്ടിയാണ്. അപ്പൊ നിനക്ക് ആ കുട്ടിയെടുത്ത് പ്രേമമാണോ? പ്രേമല്ല, പിന്നെ വേറൊരു ഇതാണ്. എന്താന്ന് പ്രേമ അത് ആരുടെ തുമ്പത്തുണ്ട്. പറ. നമ്മൾ അച്ചപ്പാവ് കടിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കുമല്ലോ, ക്രഷ്. അത് തന്നെ. ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കാറിക്കൊടി, ഇപ്പൊ തന്നെ കെട്ടിച്ച് തരും നിനക്ക്. അല്ലേലും ഈ അപ്പുണ്യാശൻ തീരുമാനിച്ചിരുന്നു, എന്റെ കണ്ണടയ്ക്ക് മുമ്പ് നിന്റെ കല്യാണം നടത്തണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എവിടെ പോണ്? സമയമില്ലെന്ന് മണ്ഡപം ബുക്ക് ചെയ്യണം, മാലയും ബുക്ക് മേടിക്കണം, പെണ്ണിന്റെ ഡ്രസ് എടുക്കണം. അതെന്തിന്? ആ ചേത്തണിക്ക് ഉറങ്ങുന്നത് 9 മണിക്ക്. അപ്പൊ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ കല്യാണം നടത്തണ്ടേ? കണ്ണടയ്ക്കണം എന്ന് പറഞ്ഞപ്പോ ഉറങ്ങണം എന്നാണോ വിചാരിച്ചത്? പിന്നെ ആശാൻ കണ്ണു തുറന്നു വെച്ചാണോ ഉറങ്ങുന്നത്? കണ്ണു തുറന്നു വെച്ചാൽ പോയിരുന്ന പണിയായി ഇന്ന് കെട്ടാൻ വേണ്ടി നടക്കുന്നു. ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ പോയത് കൊള്ളാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രമദവനം വീണ്ടും ദുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ തെളിദീപം കരിനിഴലിൽ കൈക്കുമ്പിൾ നുറയുമ്പോ പ്രമദവനം വീണ്ടും. ഇലക്ട്രിക് ആണ്, കറണ്ട് കൊടുത്തിട്ടിരുന്നയാ. ഏതേതോ നേരത്തിൽ യമുനയിലൊരു ഹലോ 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 പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ ആരാ? ഞാൻ അപ്പുണ്യാശ. നീയാ? പറയൂ സാറേ. നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? അതായത് മൊബൈല് താഴെ വീണ് പൊട്ടിയപ്പോ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാണ്. സോറി, ക്ഷമിക്കണം. ഹലോ, ഓ 15 ലക്ഷം രൂപയുടെ പെറ്റിയുണ്ട്. അതെന്തിനാ സാറേ? ആർക്ക്? നിങ്ങൾക്ക്. എനിക്കാ? പിന്നെ എനിക്കാണോ? സാർ എന്തിനായിരുന്നു? നേരെ സ്റ്റേഷനിലോട്ട് അതൊക്കെ സംസാരിക്കാം. ഓ ശരി സാറേ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. 15 ലക്ഷം രൂപ പെറ്റിയെന്ന്. എനിക്ക് എന്തിനാണെന്ന് ഒരു പിടി കിട്ടുന്നില്ലല്ലോ അമ്പളിക്കൂട്ടാ. എനിക്കറിയാലോ. നിനക്കറിയാമെങ്കിൽ പറ. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ കമ്പത്തിന് പോയില്ലേ, ആ. അവിടെ ചെന്ന് എല്ലാം വാരി വെച്ചപ്പോഴല്ലേ ന്യൂസ് വന്നത്. എന്താന്ന് ന്യൂസ്? സർക്കാർ കമ്പം നിരോധിച്ചെന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ തിരിച്ച് വാരി കൊണ്ടുവന്ന നഷ്ടമല്ലേ? അതുകൊണ്ട് എന്തായാലും നിരോധിച്ച സാധനമല്ലേ, ഞാൻ അതിലവിടെ വാരി അമ്പലത്തിന്റെ വയലിൽ കൊണ്ടിട്ട് കത്തിച്ച്. 6 ഏക്കർ വയല് കത്തി, നെൽപ്പാടം 2 ഏക്കർ തെങ്ങും പറമ്പും കത്തി. അതാണ് 15 ലക്ഷം രൂപ എനിക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു. എന്നെ കൊല്ലിക്കാൻ വേണ്ടി ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യാൻ വേണ്ടി അമ്പളിക്കുട്ടാ. ഇനി ഒരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഈ കഷണ്ടി ഉണ്ടല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയൊന്നുമല്ല. ഇവൻ ചെയ്യുന്ന ഓരോ മണ്ടത്തരത്തിലും ഞാൻ മനഃപൂർവ്വം വലിച്ചു പിന്നിക്കളഞ്ഞതാ. അയ്യോ, കൊല്ലാൻ ക്ലൈമാക്സ് മ്യൂസിക്